ഇന്നിപ്പോൾ തിരുനാവായയിൽ കുംഭമേള നടക്കുക. നമ്മുടെ ആൾക്കാർക്ക്, ഹിന്ദുക്കൾക്ക് എത്ര പേർക്കറിയും അവിടെ കുംഭമേള നടക്കുന്നുണ്ട് എന്ന്? വളരെ ചുരുക്കം പേർക്കേ അതറിയുകയുള്ളൂ. ഒരാഴ്ചയായിട്ട് അവിടുത്തെ കച്ചവടക്കാർക്ക് നല്ല ഹാപ്പിയാണ് അവർ. തിരുനാവായ പരിസരത്തൊന്നും ഒരു ഇഞ്ച് സ്ഥലം പോലും ഇപ്പോൾ കിട്ടാനില്ല. എല്ലാം ഓല കൊണ്ട് കുടിൽ കെട്ടിയിട്ടും സാരി മറിച്ച് ഷെഡ് കെട്ടിയിട്ടുമൊക്കെ എല്ലാവരും കച്ചവടക്കാരായി മാറി. ചുവന്ന മുണ്ടുകൊണ്ട് തലേ കെട്ടിയവരും പച്ച മുണ്ടുകൊണ്ട് തലേ കെട്ടിയവരും പുള്ളി മുണ്ടുകൊണ്ട് തലേ കെട്ടിയവരും ഇങ്ങനെ പലതരത്തിൽ കാവ്യ മുണ്ടുകൊണ്ട് തലേ കെട്ടിയവരുമായിട്ട് അനേകം പേര് കച്ചവടം നടത്തുന്നുണ്ട്. ഇപ്പോൾ അവിടെ ഒരാൾ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഒരു സാധനം, ചായ കുടിക്കാനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഹാരം കഴിക്കാനോ കയറി ചെന്നാൽ തോളിൽ കിടക്കുന്ന തോർത്തെടുത്ത് ഈ സ്റ്റൂളിലോ കസേരയിലോ തട്ടി പൊടി കളഞ്ഞ് എത്ര മര്യാദയ്ക്കാണ് അവിടെ ഓരോരുത്തരെ ഇരുത്തിയിട്ട് ആഹാരങ്ങൾ കൊടുക്കണം. ഹിന്ദുവിൻ്റെ ഒരു പരിപാടി എവിടെ നടന്നാലും അതെല്ലാവർക്കും അതിൽ ലാഭമുണ്ട്. എല്ലാവർക്കും ഹാപ്പിയാണ്, എല്ലാവരും സന്തോഷിക്കുന്നവരാണ്. എല്ലാവർക്കും 1 മാസം 2 മാസമൊക്കെ ഇപ്പോൾ കുംഭമേള നടക്കുന്നിടത്ത് 10-15 ദിവസം അവിടെ ആൾക്കാരുണ്ടാവും. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഉണ്ടാവും. അവരെയൊക്കെ ലാഭം, അവരെയൊക്കെ ആഹാരം, അവരെയൊക്കെ വസ്ത്രം, ഇതൊക്കെ അവിടെ തന്നെയാണ് ചിലവാകുന്നത്. അമ്പലത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെയൊക്കെയുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതിലൊക്കെ പങ്കെടുക്കുന്നവർ അവരൊക്കെ നരകത്തിലേക്ക് പോകുന്നവരാ. അവരൊന്നും സ്വർഗവാതിൽ കാണാൻ അവർക്ക് യോഗം ഉണ്ടാവില്ല. ഈ സ്വർഗവും നരകമൊക്കെ വേർതിരിക്കുന്നത് കാശിലല്ല. ഓരോരുത്തരെ ക്ഷേത്രത്തിലും അതുപോലെ ക്ഷേത്രോത്സവത്തിലും അതിൽ ചടങ്ങിലും അതിൽ പങ്കെടുക്കുന്നവരൊക്കെ നരകത്തിലേക്കും അല്ലാത്തവരൊക്കെ സ്വർഗത്തിലേക്കും. അല്ല, സ്വർഗത്തിലേക്ക് പോകാൻ എന്താ ഒരു വഴി? ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലോചിക്കുക സ്വർഗത്തിൽ പോകാൻ എന്താ ഒരു വഴിയെന്ന്. കാരണം അവിടെയൊക്കെ ഇഷ്ടിയ സ്വർണം കൊണ്ടും ചരൽക്കല്ലുകളൊക്കെ രത്നങ്ങളെ കൊണ്ടൊക്കെയാണെന്നാണ് കേൾക്കുന്നത്. ഇതിനൊക്കെ എല്ലാവർക്കും ആവാം. മറ്റു സമുദായങ്ങളൊക്കെ നടത്തുന്ന പല ഉത്സവങ്ങളും ഉണ്ട്. അവിടെ ആർക്കെങ്കിലും 10 കാശിൻ്റെ ഗുണമുണ്ടോ? ഇപ്പം ഈ കുംഭമേള ഇവിടെ നടക്കുന്നുണ്ട്. സർക്കാരിന് എത്ര ലാഭം കിട്ടും? സർക്കാരിന് എത്ര വരുമാനം കിട്ടും? ഹിന്ദുക്കളെ ആർക്കും കണ്ടുകൊണ്ട. ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും ആർക്കും അംഗീകരിക്കാനാവില്ല. അതൊക്കെ സ്വർഗത്തിലേക്കുള്ള നരകത്തിലേക്കുള്ള സൃഷ്ടിയാണെന്നും മറ്റതൊക്കെ സ്വർഗത്തിലേക്കും. ഈ സ്വർഗവും നരകമൊക്കെ ആരാടാ ഉണ്ടാക്കിയത്? സ്വന്തം ഭാവനയിൽ പലതും സങ്കല്പിച്ചു കൂട്ടുന്നതല്ലേ. നമസ്തേ.